Hello, everybody. Hope you all are keeping safe and healthy. Welcome to English Speaking Course. ഇന്ന് നമുക്ക് കുറച്ച് daily use English sentences പഠിക്കാം. We are going to study some daily use English sentences. സോ നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ വേണം റിപ്പീറ്റ് ചെയ്യാൻ. നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ഇംഗ്ലീഷ് പഠിക്കാം. ഫസ്റ്റ് ഞാൻ മലയാളത്തിൽ സെൻറ്റൻസ് പറയും, നിങ്ങൾ സ്വയം അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പറയും ആൻഡ് യു ആർ ഗോയിങ് ടു റിപ്പീറ്റ് ദാറ്റ് അലോങ് വിത്ത് മീ. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് എ വെരി ഷോർട്ട് സെൻറ്റൻസ്. ഒരിക്കലുമില്ല. ഹൗ ക്യാൻ വി സേ ദിസ് ഇൻ ഇംഗ്ലീഷ്? നോട്ട് അറ്റ് ഓൾ. നോട്ട് അറ്റ് ഓൾ. എന്നെ ശ്രദ്ധിക്കൂ. Now try this in English. Listen to me. Listen to me. ഇത് ശരിയായി ചെയ്യുക. Do it right. Do it right. എന്ത് ചെയ്യാനാ? വളരെ ഹെൽപ്ലെസ് ആയിട്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയാറുണ്ട്. How can we say this in English? What to do. Please repeat. What to do. എന്നെ ദ്രോഹിക്കരുത്. Try this in English. Don't nag me. Don't nag me. ഇനി ഡിസ്റ്റർബ് പറഞ്ഞാലും അതിൽ തെറ്റില്ല. Don't disturb me. Don't disturb me. എന്താണ് നടക്കുന്നത്? കുറേ ഫ്രണ്ട്സൊക്കെ ഇരുന്നിട്ട് സംസാരിക്കുമ്പം ഇടയിൽ കയറി വന്നിട്ട് നമ്മൾ ചോദിക്കാറില്ലേ എന്താണ് നടക്കുന്നത്? അത് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം. വാട്ട്സ് ഗോയിങ് ഓൺ? വാട്ട്സ് ഗോയിങ് ഓൺ? എനിക്കത് വേണ്ട. I don't want it. Please repeat. I don't want it. നിങ്ങൾക്ക് എവിടെ പോകണം? അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയാണ് പോകേണ്ടത്? Where do you want to go? Please repeat. Where do you want to go? ശബ്ദം താഴ്ത്തുക. വളരെ ഉറക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ പറയാറില്ലേ പതുക്കെ സംസാരിക്ക് അല്ലെങ്കിൽ ശബ്ദം താഴ്ത്തുക. അത് നമുക്ക് ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിട്ട് പറയാം. Lower your voice. Please repeat. Lower your voice. അത് ഒരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. Try this in English. It doesn't make any difference. It doesn't make any difference. ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? What wrong have I done to you? What wrong have I done to you? ചായ നല്ല ചൂട് ആണ്. Tea is pretty hot. Tea is pretty hot. നമുക്ക് വെരി ഹോട്ടും പറയാം. Pretty hot sounds bit better. ചായ മാത്രമല്ല, എന്താണോ ചൂട്, പാലോ കാപ്പിയോ നിങ്ങൾക്കത് അവിടെ ചേർത്തിട്ട് പറയാം. ദിനം പ്രതി ചൂട് കൂടുകയാണ്. It's getting hotter day by day. It's getting hotter day by day. നിങ്ങൾ ദുബായിൽ നിന്ന് എപ്പോഴാണ് തിരിച്ച് എത്തിയത്? How can we ask this in English? When did you get back from Dubai? When did you get back from Dubai? Instead of get, നിങ്ങൾക്ക് അവിടെ come യൂസ് ചെയ്യാം. When did you come back from Dubai? ഞായറാഴ്ച തുറക്കുമോ? ഷോപ്പിലൊക്കെ പോയാൽ നമ്മൾ ചോദിക്കാറില്ലേ? നമുക്ക് സിമ്പിളായിട്ട് ചോദിക്കാം. Will you open on Sunday? Will you open on Sunday? അവിടെ ഷോപ്പിനൊന്നും കൂട്ടിച്ചേർക്കേണ്ട ആവശ്യമില്ല. സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാം. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും ഇത് ചോദിക്കാം. We can ask, Are you open on Sundays? Are you open on Sundays? ഇന്നലെ മുതൽ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? What have you been doing from yesterday? What have you been doing from yesterday? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?
ആരെങ്കിലും അഭിപ്രായം അറിയാൻ നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്. നെക്സ്റ്റ് ടൈം യു ക്യാൻ ആസ്ക് ദിസ് ഇൻ ഇംഗ്ലീഷ് ആസ് വാട്ട് ഡു യു തിങ്ക്? വാട്ട് ഡു യു തിങ്ക്? നമുക്ക് നടക്കാൻ പോകാം. Let's go out for a walk. Let's go out for a walk. നമുക്ക് ഷോപ്പിങ്ങിന് പുറത്ത് പോകാം. Let's go out for shopping. Please repeat. Let's go out for shopping. ഇത് വളരെ കൂടുതലാണ്. It is too much. It is too much. ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ. Do what I say. Do what I say. പേടിക്കല്ലേ, സമാധാനിക്ക്. How can we say these in English? Don't panic, take it easy. Don't panic, take it easy. Don't panic means പേടിക്കല്ലേ. Take it easy means സമാധാനിക്ക്. വെള്ളം ചൂടാക്കുക. How can we say this in English? Heat the water. Heat the water. Suppose ചായ ആണ് തന്നത്. അപ്പോൾ നമുക്ക് പറയാം heat the tea. ചായ ചൂടാക്കൂ. Heat the tea. ഞാൻ എങ്ങനെ ഇരിക്കുന്നു? അല്ലെങ്കിൽ എന്നെ കാണാൻ എങ്ങനെയുണ്ട്? പുതിയ ഡ്രസ്സൊക്കെ ഇട്ടാൽ നമ്മളിങ്ങനെ ചോദിക്കാറില്ലേ? We can ask this in English as how do I look? How do I look? പറയൂ, എങ്ങോട്ട് പോകണം? Tell me where to go. Tell me where to go. എനിക്ക് അത് ശീലമായി. I'm used to it. I'm used to it. Please repeat. I'm used to it. അത് യാദൃച്ഛികമായി സംഭവിച്ചതാണ്. How can we say this in English? It happened by chance. It happened by chance. That's all for today. Hope the video was useful and informative. Thanks for watching.